കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ് ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം. മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 എക്സാം അടുത്തുകൊണ്ടിരിക്കുവാണ്. ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷൻ ഉദ്ഗ്രഥനം റെഡിയാണോ? പഠിക്കാൻ റെഡിയാണോ? ഇതിനു മുൻപ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞായിരുന്നോ? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കൈരളി ലൈബ്രറി ഗേവ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ. കൈരളി ലൈബ്രറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. എന്താ കൊടുത്തേ? ഗിഫ്റ്റ് പാക്കറ്റ്സ്. ഗിഫ്റ്റ് പാക്കറ്റ്സ് ആണ് കൊടുത്തത്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ഗിവൻ ടു ഈച്ച് ക്ലാസ്. ഓരോ ക്ലാസ്സിലും എത്ര ഗിഫ്റ്റ് പാക്കറ്റ് കൊടുത്തു എന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. എന്നിട്ട് എന്ത് ചെയ്യുക? എത്ര ഗിഫ്റ്റ് ഉണ്ടെന്ന് നമ്മൾ നോക്കി കുട്ടികളുടെ എണ്ണം കംപ്ലീറ്റ് ചെയ്യണം. ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. കുട്ടികളുടെ നമ്പർ എഴുതണം. കാരണം എത്ര കുട്ടികളാണോ ഉള്ളത് അത്രയും കുട്ടികൾക്കുള്ള എണ്ണത്തിലുള്ള ഗിഫ്റ്റ് പാക്കറ്റ് ക്ലാസ്സിൽ കൊടുത്തു. അപ്പോൾ ക്ലാസ് 1-ന് നോക്കിയേ, പാക്ക് ഓഫ് 10 പാക്കറ്റ്സ്, അതായത് 10 എണ്ണമുള്ള 4 പാക്കറ്റ് കൊടുത്തു. സിംഗിൾ പാക്കറ്റ് 1 കൊടുത്തു. ഓക്കെ, ഒരു സിംഗിൾ പാക്കറ്റ് കൊടുത്തു. ഒരു ബോക്സിനകത്ത് 10 എണ്ണമുള്ള 4 എണ്ണം കൊടുത്തു. ഒരു ബോക്സിൽ 10 എണ്ണം ഉണ്ട്. അങ്ങനെ 4 ബോക്സ് കൊടുത്തു. പിന്നെ 1 എണ്ണം അല്ലാതെ കയ്യിലും കൊടുത്തു. അപ്പോൾ എത്ര കുട്ടികൾ ഉണ്ടായിരിക്കും? 10 പാക്കറ്റുള്ള ഒരു ബോക്സ്. അങ്ങനെ 10 പാക്കറ്റുള്ള 4 ബോക്സ് കൊടുത്തു. 10 ഗിഫ്റ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. 10 ഗിഫ്റ്റ് അതിനകത്ത് ഉണ്ട്. അങ്ങനെ 4 ബോക്സ് കൊടുത്തു. അപ്പോൾ എത്രയായി കാണും? 4 10 എത്രയാ? 40. 10 10 10 10. അപ്പോൾ എത്രയായി? 40. ക്ലാസ് 2-വിനോ എത്ര കൊടുത്തു? 10 പാക്കറ്റുള്ള 5 ബോക്സ് കൊടുത്തു. 10 പാക്കറ്റുള്ള 5 ബോക്സ് കൊടുത്തു. അപ്പോൾ ഒരു പാക്കറ്റിൽ 10, രണ്ടാമത്തെ പാക്കറ്റിൽ 10, മൂന്നാമത്തതിൽ 10, നാലാമത്തതിൽ 10, അഞ്ചാമത്തതിൽ 10. അപ്പോൾ ടോട്ടൽ എത്രയായി? 50. ഓക്കെ, ഇവിടെ ഒരു 0 കൊടുത്താൽ മതി. 10ൻ്റെ ആണെങ്കിൽ ഒരു 0 കൊടുത്താൽ മതി. പാക്ക് ഓഫ് 10 പാക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 വെച്ചുള്ള പാക്കറ്റുള്ള എത്ര എണ്ണം കൊടുത്തു? 4 എണ്ണം. നിങ്ങൾ ക്രയോൺസ് വാങ്ങാറില്ലേ? ക്രയോണിന്റെ ബോക്സിൽ ഒരു ക്രയോൺ ആണോ ഉണ്ടാവുക? ഇല്ല. ആ ബോക്സിൽ എത്ര എണ്ണം ഉണ്ടാവും? 10 ആയിരിക്കാം, 12 ആയിരിക്കാം, അല്ലേ? ഇവിടെ 10 എണ്ണമുള്ള
4 ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പാക്കറ്റാണ് ഒരു കുട്ടിക്ക്. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പോൾ ക്ലാസ് 3യിലോ? ക്ലാസ് 3യിൽ 3 പാക്കറ്റ് കൊടുത്തു. ഒരു പാക്കറ്റിൽ 10, അടുത്തതിൽ 10, അടുത്തതിൽ 10, 10, 10, 10, 3 10 ആവുമ്പോൾ 30. ക്ലാസ് 4ൽ 2 പാക്കറ്റ് കൊടുത്തു. ഒരു പാക്കറ്റിൽ 10, രണ്ടാമത്തെ പാക്കറ്റിൽ 10, 10ഉം 10ഉം 2 10, 2 10 20, 2 10 20. അപ്പോൾ 4 10 40, 5 10 50, 3 10 30, 2 10 20 ആണ്. ഇവിടെ സിംഗിൾ പാക്കറ്റ് ഓരോന്നേ ഉള്ളൂ. 1. ക്ലാസ് 2ന് ഒന്നുമില്ല. ക്ലാസ് 3ക്ക് 8 സിംഗിൾ പാക്കറ്റ് കൊടുത്തു. ക്ലാസ് 4ന് 9 സിംഗിൾ പാക്കറ്റ് കൊടുത്തു. അപ്പോൾ ഇതുപോലൊരു ചോദ്യം നിങ്ങൾക്ക് വരും. 10ന്റെ കോളവും ഉണ്ടാവും, സിംഗിൾ 1ന്റെ കോളം ഉണ്ടാവും. 10ൻ്റെതാണെങ്കിൽ എന്തായിരിക്കും? അതിന് കൂടെ ഒരു 0 കൂടി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അറിയാൻ വേണ്ടി വേറെ ഒന്നുമില്ല. 41 41, 40 and 1 41. മറ്റൊരു ഈസി മെത്തേഡ് ടീച്ചർ പറഞ്ഞുതരാം. ദാ ഇത് രണ്ടും ഒരുമിച്ചങ്ങ് എഴുതിയാൽ മതി. ഈ 4ഉം ക്വസ്റ്റ്യനിലുള്ള 4ഉം ദാ ഈ 1ഉം കൂടെ ഒരുമിച്ച് എഴുതിയാൽ മതി. 41. ഓക്കെ, അത് 40ഉം 1ഉം 41. അടുത്തെന്താണ്? പാക്ക് ഓഫ് 10 പാക്കറ്റ്സ്. 5 5 10 50. 50ഉം 0ഉം 50 തന്നെയാണ്. 5ഉം 0. കണ്ടോ? ഇവിടത്തെ 5ഉം ഇവിടത്തെ 0ഉം 50. 50. 3 10s, 30 and 8, 30 and 8, 38, 30 and 8, 38. 20 and 9, 2 10s, 20, 20 and 9, 29. ഓക്കെ, മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ സ്മോളസ്റ്റിൽ നിന്ന് ലാർജസ്റ്റിലോട്ട് എഴുതുക. അറേഞ്ച് ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതുക. ഇതിൽ ഏറ്റവും ചെറിയത് ഏതാ? ക്ലാസ് 4ലാണ് അല്ലേ? എത്ര സ്റ്റുഡൻ്റ് ഉണ്ട്? 29. 29 കഴിഞ്ഞാൽ അടുത്ത വലുത് ഏതാ? 38. 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 38. അടുത്ത വലുത് ഏതാ? 3 കഴിഞ്ഞാൽ 4. 4ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 41. 4 കഴിഞ്ഞാൽ 5. 5ൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 50. ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതി. 29, 38, 41, 50. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 5 10 ആണെങ്കിൽ എത്രയാ? 5 50. 5 10 ആണെങ്കിൽ 50. ഓക്കെ, 6 10 ആണെങ്കിൽ 60. മറക്കരുത്. 3 10 ആണെങ്കിൽ 30. 2 10 ആണെങ്കിൽ 20. 1 10 ആണെങ്കിൽ 10. 0 10 ആണെങ്കിൽ ഒന്നുമില്ല. ഓക്കെ, സിംഗിൾ മാത്രം എഴുതുക. മനസ്സിലായോ? ഇവിടെ 10ഉം ഇവിടെ 1സും ഉണ്ടെങ്കിൽ ഇവിടെ 10ന്റെ പാക്കറ്റിൽ 5, 1ന്റെ പാക്കറ്റിൽ 3. അപ്പോൾ ടോട്ടൽ എത്രയാ? 53. ഓക്കെ, മനസ്സിലായില്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ അറിയാലോ? യെസ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കേട്ടോ, ഓഗസ്റ്റ് 21 മുതൽ എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. സൂമിലാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കണ്ടായിരുന്നോ? 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, ഒരിക്കൽ കൂടി പറയാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് എക്സാം റിവിഷൻ ക്ലാസ് ലൈവായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വാട്സപ്പ് മെസ്സേജ് പാരൻസ് അയക്കാവുന്നതാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയാണ് കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് കേട്ടോ ഓണം ഫസ്റ്റ് ടൈം എക്സാം ക്ലാസ് നടക്കുന്നത്. ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് ഏതൊക്കെയാണ് എന്നുള്ളത് കൂടി പരിചയപ്പെടുത്താം. മലയാളം ലെറ്റേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്, മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഹിന്ദി ലെറ്റേഴ്സ്,
ഹിന്ദി റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്, സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് നൽകുന്നുണ്ട്, LKG UKG ക്ലാസ് നൽകുന്നുണ്ട്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ട്യൂഷനും കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം ആ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വോയിസ് മെസ്സേജോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജോ അയച്ചാൽ മതിയാകും. ഓക്കെ, നിങ്ങൾക്ക് വിളിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ വിളിച്ചും അന്വേഷിക്കാം, മെസ്സേജ് അയച്ച് അന്വേഷിക്കാവുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്.